കാര്യങ്ങള് റെമഡിയേഷൻ, നമ്മള് റെമഡിയേഷൻ ആണ് മെയിൻ ചെയ്യുന്നത്. ഞാനൊരു തെറാപ്പിസ്റ്റ് കൂടെയാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളായിട്ട് അങ്ങനെ പോവാണ്. അതിനിടയിൽ നിങ്ങളുടെ ഇടയിലേക്കും. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നൊരു ടോപ്പിക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് കേൾക്കാനാണല്ലോ എല്ലാരും വന്നിരിക്കുന്നത് അല്ലെ. നമ്മളെല്ലാരും കൂടിയിട്ടുള്ളത് നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തിയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ ബോധ മനസ്സിന്റെ ആൾക്കാരാണ്. ബോധത്തോടു കൂടി നിനക്കെന്താ ബോധമില്ലേ എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു തുടങ്ങൽ, അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ചു തുടങ്ങൽ. ബോധം ഇല്ലേ എന്നുള്ള ചോദ്യത്തിൽ എന്താ അർത്ഥമാണുള്ളത് ശരിക്കും? നമ്മൾ എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത് ബോധമില്ലേ എന്ന്? നമ്മൾ പല സമയത്തും സബ് കോൺഷ്യസ്ലി, അതായത് ഉപബോധ മനസ്സിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഉപബോധ മനസ്സിന്റെ പ്രവർത്തനത്താലാണ് നമ്മൾ പലതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഉപബോധ മനസ്സ്. അപ്പൊ ഇവിടെ നമുക്ക് എന്തറിയണം? ബോധ മനസ്സിനെ കുറിച്ച് അറിയണം. നമ്മളെ പല സമയങ്ങളിലും നമ്മളല്ലാതാക്കുന്ന അല്ലെങ്കിൽ വേറൊരു രീതിയിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുന്ന ഉപബോധ മനസ്സിനെയും അറിയണം. ഇത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും, അല്ലെ? അതിനെ കുറച്ചും കൂടെ കാര്യത്തിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും, നമ്മളെ പല പ്രവൃത്തികളെയും പല രീതികളെയും പല കാര്യങ്ങളെയും. അപ്പൊ അതിലൂടെ എന്തായി കിട്ടും? നമ്മുടെ ലൈഫ് അടിപൊളിയായി കിട്ടും. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാം. സാവധാനം നമുക്ക് ഓരോരോ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരാം, അവയർനെസ്സിലേക്ക് എത്തിച്ചേരാം, സ്വന്തത്തെ തിരിച്ചറിയാം. ഈ സ്വന്തത്തിൽ തന്നെ എന്തെല്ലാം സ്റ്റക്കായി പോയല്ലോ. അതെ, ഇവിടെയാണോ കുഴപ്പം? ഇല്ല, ഫെബിൻ സ്റ്റക്കാണ്. ഫെബിൻ ക്ലിയർ ആവുന്നില്ലല്ലോ. കട്ടായി കൊണ്ടേയിരിക്കുന്നു. ഫെബിന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മഴയല്ലേ, അതുകൊണ്ടായിരിക്കും. ഓക്കെ, റെഡി ആയില്ലേ? ഓക്കെ അല്ലേ മാം? ഇപ്പൊ ഓക്കെയാണോ? ഓക്കെയാണ്. ഓക്കെ അല്ലേ? എന്തോ റേഞ്ച് ഇഷ്യൂ ആയിരിക്കും, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവും. അപ്പൊ നമ്മളിന്ന് ഉപബോധ മനസ്സിനെ കുറിച്ചും ബോധ മനസ്സിനെ കുറിച്ചും മനസ്സിലാക്കാൻ പോവാണ്. അതിനെപ്പറ്റി എനിക്ക് തോന്നുന്നു EFT കഴിഞ്ഞ ആളുകളാണെങ്കിലും EFT യെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നവരാണെങ്കിലും ഈ ഒരു രണ്ട് കാര്യവും, അതായത് നമ്മുടെ മനസ്സിന്റെ രണ്ട് പ്രത്യേകതകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. മനസ്സിന് 3 തരം, 3 അല്ല 5 തലം എന്നാണ് പറയുന്നത്. അതിൽ തന്നെ 3 മെയിൻ ഏരിയകളാണുള്ളത്. ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, പിന്നെന്താണ് കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് എന്ന് പറയും. ഇതല്ലാതെ സൂപ്പർ കോൺഷ്യസ് അങ്ങനെ ഒരു 4-5 രീതിയിലേക്ക് ഇതിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ പോകണ്ട. നമുക്ക് ഇപ്പോൾ തൽക്കാലം ഏറ്റവും പ്രധാനപ്പെട്ട സബ് കോൺഷ്യസിനെയും സബ് കോൺഷ്യസിനെയും മനസ്സിലാക്കാം. നമ്മൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ എന്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്? നമ്മൾ കോൺഷ്യസ് ആയതുകൊണ്ടാണ്. നമ്മൾ കോൺഷ്യസ്ലി ബോധത്തോട് കൂടിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ ചില സമയങ്ങളിലായിട്ട് നമുക്ക് വേറെ പല കാര്യങ്ങൾക്ക് കടന്നു വരാറുണ്ട്. വേറെ പല കാര്യങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ വരുന്നത് എവിടുന്നാണ്? സബ് കോൺഷ്യസ് എന്നാണ്. അപ്പൊ സബ് കോൺഷ്യസ് നമുക്ക് നിർബന്ധമായിട്ട് ആവശ്യമുള്ളതാണ്. നിർബന്ധമായിട്ട് നമുക്ക് സബ് കോൺഷ്യസ് ആവശ്യമുണ്ട്. നമ്മളെ ഉപബോധ മനസ്സിനെയാണ് വേണ്ട വിധത്തിലാക്കേണ്ടത്. നമ്മൾ കൂടുതലും ആവശ്യമില്ലാത്ത രീതിയിലാണ് സബ് കോൺഷ്യസിനെ ഉപയോഗിക്കുന്നത്, സബ് കോൺഷ്യസിനെ മനസ്സിലാക്കി വെക്കുന്നത് ഒക്കെ. അപ്പൊ ഇവിടെ മനസ്സിലാക്കി വെക്കലാണ് കേട്ടോ പ്രധാനം. അപ്പൊ ഞാൻ പറയാം, മനുഷ്യന്റെ മനസ്സിനെ പ്രധാനമായും 2 ഭാഗങ്ങളായി തിരിക്കാം: ബോധ മനസ്സ്, ഉപബോധ മനസ്സ് എന്നുള്ളത്.
രണ്ട് ഭാഗങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിലും അവയുടെ പ്രവർത്തന രീതികളും സ്വാധീനങ്ങളും വ്യത്യസ്തമാണ്. ഞാൻ ജസ്റ്റ് ഒരു ഇത് നിങ്ങൾക്ക് വായിച്ചു തരികയാണ്, നിങ്ങൾക്ക് അതിന്റെ ഒരു ആധികാരികമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. രണ്ടിന്റെ പ്രവർത്തന രീതികളും അതിന്റെ എന്താണ് സ്വാധീനങ്ങളും വ്യത്യസ്തമാണ്. ഇത് സ്വാധീനിക്കുന്നത് വേറെ തരം രീതികളിലാണ്. നമ്മളിപ്പോ ഒരു കാര്യം ഇങ്ങനെ ചെയ്യുന്നതും പറയുന്നതും ആക്കുന്നതൊക്കെ ഒരു ബോധ മനസ്സിലൂടെയാണ്. എന്നാൽ ചില സമയം നമുക്ക് തോന്നാറുണ്ട്, ഇതിപ്പോ ഞാൻ തന്നെയാണോ ചെയ്തത്, അല്ലെങ്കിൽ എന്നിലേക്ക് എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം? ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ ആദ്യമേ കടന്നുകൂടിയിട്ടില്ല. നമ്മൾ നിരന്തരം ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ ഉണ്ടാകുന്ന കുറെ കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് എന്ത് വരുന്നത്, ആ ചിന്ത വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് ഉപബോധ മനസ്സിൽ പോയി കിടക്കുന്നുണ്ട്. കൺഫ്യൂഷൻ ആവും ചിലപ്പോൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ. കുറെ ഉപബോധ മനസ്സിനെ പറ്റി പറഞ്ഞു, കുറെ ബോധ മനസ്സിനെ പറ്റി പറഞ്ഞു. ഇതിപ്പോ എന്താ കഥ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഉണ്ടോ? അപ്പൊ ബോധ മനസ്സിനെ കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അപ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള കിട്ടുക കേട്ടോ. അപ്പോ ബോധ മനസ്സാണ് നമ്മുടെ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലുള്ള മനസ്സ്. നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ശരിക്കും ബോധ മനസ്സ് എന്നാണ് പറയുന്നത്. ചിന്തകളെയും ബോധപൂർവമായ തീരുമാനങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ ബോധ മനസ്സാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളെ ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഇതൊക്കെ ആരാണ്? ബോധ മനസ്സാണ്. ചുറ്റുപാടുകളെ കുറിച്ചും മറ്റേ പലതരത്തിലുള്ള അറിവുകളെ കുറിച്ചും ചിന്തിക്കാനുള്ള കഴിവിനെ പറ്റിയും യുക്തിപരമായ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് ലോജിക്കൽ തിങ്കർ അല്ലെങ്കിൽ ലോജിക്കൽ തിങ്കിങ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന കുറെ കാര്യങ്ങൾ അല്ലെ, ഭയങ്കര ലോജിക്കാണ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ വരുന്നത് എവിടുന്നാണ്? നമ്മള് ബോധത്തോട് കൂടിയിട്ട് ബോധത്തിൽ തന്നെ നമ്മൾ പല രീതിയിൽ ചിന്തിക്കുന്നതാണ്. പിന്നെ പല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഇതൊക്കെ ബോധ മനസ്സിന്റെ പ്രത്യേകതകളാണ്. ഇതൊക്കെ നമ്മുടെ ബോധ മനസ്സിന്റെ പ്രത്യേകതകളാണ്. പല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നത്, അങ്ങനെയുള്ളത്. അപ്പം പ്രവർത്തനങ്ങളെ ഈ ഓരോ പ്രവർത്തനങ്ങളെയും നമ്മള് ശരിക്കും നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, കുറെ പ്രവർത്തികളിൽ ഏർപ്പെടുന്നുണ്ട്, പറയുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ നമ്മളുടെ ചില കാര്യങ്ങൾ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ വേറൊരു തരത്തിലേക്ക് എത്തിപ്പോവാറാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളാണല്ലോ, ഞാൻ അതിനെക്കുറിച്ച് വളരെ സ്റ്റഡി ചെയ്ത് അല്ലെങ്കിൽ വളരെ വ്യക്തമായ ഒരു ധാരണയോട് കൂടിയിട്ടാണ് പലതും കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ ഒരു ഇതില്ലാതായി പോകുന്നത്? എനിക്ക് എന്തുകൊണ്ടാണ് ആ ഒരു വേണ്ട വിധം ആ ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത് എന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവിടെ ആരല്ല, ഈ ബോധമനസ്സ് മാത്രമല്ല ഉള്ളത്, നമുക്ക് വേറൊരാളും കൂടെ ഉണ്ട്. നമ്മളിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് മറ്റൊരാളാണ്, അതായത് മറ്റൊരു ബ്രെയിൻ പാർട്ടാണ്, അല്ലെങ്കിൽ ബ്രെയിനിലെ നമ്മുടെ വേറൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ആര്? ബോധ മനസ്സിന്റെ കൂടെ തന്നെയുള്ള ഉപബോധ മനസ്സ്. അതില് 90% ഉപബോധ മനസ്സാണ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു ഐസ്ബർഗ് വരയ്ക്കുകയാണെങ്കിൽ, ഞാനത് ഇതിനു മുന്നേയും ഐസ്ബർഗ് ഐസ്ബർഗ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഐസ്ബർഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മഞ്ഞുമല. നമ്മളിപ്പോ ഒരു മഞ്ഞുമലയെ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഇപ്പൊ ടൈറ്റാനിക്കിനെ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഓരോരുത്തരും കേട്ട കാര്യമാണ് ടൈറ്റാനിക്കിനെ കുറിച്ചും അന്നുണ്ടായ ആക്സിഡന്റിനെ കുറിച്ചും. കപ്പല് അത്രയും അഹങ്കാരത്തോട് കൂടിയിട്ട് പുറത്തെടുത്ത കപ്പല് എന്തായിപ്പോയി എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ആയിപ്പോയത്? ആ കണ്ട മഞ്ഞുമല എന്ന് പറഞ്ഞ് കണ്ടത് എന്താണ്? കടലിന്റെ തൊട്ട് മുകളിൽ കാണുന്ന ആ ഒരു കൂറ്റൻ ഏരിയ, അതാണ് അവർ കണ്ടത്. മഞ്ഞുമലയൊക്കെ തകർക്കാനൊക്കെ നമ്മുടെ കപ്പലിന് കഴിയും എന്ന് പറഞ്ഞിട്ടാണ് ഡ്രൈവർ എന്ത് ചെയ്തത്, അല്ലെങ്കിൽ അതിനെ അരികിലൂടെ പോയത്, അല്ലെങ്കിൽ അത് ആ ഒരു രീതിയിലാണ് അവർ കൈകാര്യം ചെയ്തത്. അവർ ചിന്തിച്ചത് എന്താണ്? അത് അത്രയേ ഉള്ളൂ എന്നാണ്. പക്ഷെ ആ കണ്ടത് വെറും 10% മാത്രമായിരുന്നു എന്നുള്ളതാണ്. അവർ കണ്ട ആ ഒരു ഐസ്ബർഗ് അല്ലെങ്കിൽ ആ മഞ്ഞുമല വളരെ കുറഞ്ഞ ഏരിയ മാത്രമേ ആയിരുന്നു, വെറും 10%. ബാക്കി 90%, അതായത് 90% താഴേക്ക് ആഴത്തിൽ കിടപ്പുണ്ടായിരുന്നു. അതവര് ശ്രദ്ധിച്ചില്ല, മനസ്സിലാക്കിയില്ല, അറിഞ്ഞില്ല. ഇതുപോലെ ഒരു മഞ്ഞുമല നമുക്കിടയിലുണ്ട്, നമുക്കുള്ളിലുണ്ട്. ആ മഞ്ഞുമലയിലെ വെറും 10% മാത്രമാണ് നമ്മൾ ഓരോരുത്തരും കാണുന്നത്, അതായത് ബോധ മനസ്സ് എന്ന് പറയുന്നത്. ബാക്കി അത്രയും ഉപബോധ മനസ്സിലേക്കാണ് പോകുന്നത്, അത്രയും പോകുന്നത് ഉപബോധ മനസ്സാണ്. അപ്പൊ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും, ഓരോ പ്രവൃത്തികളും, ഓരോ ചിന്തകളും
നമുക്ക് ചുറ്റുപാടിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, നമ്മുടെ കണ്ണുകളൊക്കെ എന്താണ്? ക്യാമറ കണ്ണുകളാണ്. നമ്മൾ കേൾക്കുന്ന പല വാക്കുകളും ഭയങ്കര നമ്മളെ മനസ്സെന്ന് പറയുന്നത് ഒബ്സർവ് ചെയ്യുന്നതാണ്. ഇങ്ങനെ അബ്സോർബ് ചെയ്യും, അതിനെങ്ങനെ വലിച്ചെടുക്കും. ഒരു സ്പോഞ്ച് പോലെയാണെന്ന് പറയുന്നത്. ഈ അബ്സോർബ് ചെയ്തിട്ട് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? മറ്റാളങ്ങ് കൊണ്ടുപോവാണ്. സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങ് ഏറ്റെടുക്കുകയാണ്. അത് അവിടെ ഇങ്ങനെ അടുക്കടുക്കായിട്ട് വെക്കുകയാണ്, ഫയലായിട്ട്. ഒരു വലിയ ഫയലാണെന്നാ പറയുന്നത്. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നതേ ഒരു ഫയലാണ്. ഏത് കാലത്തെ സാധനം എടുത്താൽ നമ്മൾ നോക്കിയാലും അത് കിട്ടും. ഫയലായിട്ട് അടുക്കടുക്കായിട്ട് ഓരോ ഇയർലി അല്ലെങ്കിൽ മന്ത്ലി സിറ്റുവേഷൻലി ആയിട്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇവിടെ ഹിപ്നോട്ടിസം എന്ന് പറയുന്ന ഒരു സംഭവം, ഹിപ്നോ തെറാപ്പിസ്റ്റുകൾ അല്ലെങ്കിൽ ഹിപ്നോസിസം എന്ന് പറയുന്ന സംഭവം ആ ഒരു രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? ചില കളവുകള്, ചില എന്താ പറയാ, കുറ്റകൃത്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിനായിട്ട് ഹിപ്നോട്ടിസത്തിലൂടെ നമ്മൾ എങ്ങനെയാണ് അത് കിട്ടുന്നത്? അതെങ്ങനെയാ കിട്ടുന്നത്? നമുക്ക് അവിടെ ആ ഒരു ഹിപ്നോട്ടിസത്തിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഇങ്ങനെ അറിയാം. ഒരാളെ ഉള്ളിലത്തെ ഒക്കെ നല്ല ഹിപ്നോട്ടിസം എന്നെങ്കിലും എല്ലാവർക്കും അറിയാം. അയ്യോ, എന്റെ ഉള്ളിലത്തൊക്കെ പുറത്ത് വരുമോ എന്നൊരു ടെൻഷൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ അവിടേക്ക് നമ്മൾ കൂടുതലൊന്ന് ചിന്ത കൊടുത്ത് നോക്കിയേ. എങ്ങനെയാണ് ഹിപ്നോട്ടിസം എന്ന് പറയുന്ന ഒരു തെറാപ്പി അവിടെ പ്രവർത്തിക്കുന്നത്? അവിടെ എങ്ങനെയാണ് റിസൾട്ട് ഉണ്ടാവുന്നത്? ഇവിടെ സബ് കോൺഷ്യസില് ഈ സംഭവം കിടപ്പുള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്താവുന്നതാണ്? കോൺഷ്യസിനെ ഉറക്കുകയാണ്. മെല്ലെ വീണ്ടും സ്റ്റക്കായി പോയെന്ന് തോന്നുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. എന്താ സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. കട്ടായി പോകുന്നുണ്ടല്ലേ? ലാസ്റ്റിലേക്ക് പറഞ്ഞൊന്നും കേട്ടില്ലേ? എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നത്. ഒരു ക്ലിയർ ഇല്ലായ്മ ഉണ്ട്. കുഴപ്പമില്ലല്ലോ, ഇപ്പൊ ഓഡിയബിൾ അല്ലേ? വീഡിയോ ഒക്കെ അല്ലേ? അല്ലേ? വീഡിയോ തലതിരിഞ്ഞിട്ടുള്ളത്. യെസ്, ചെയ്തോ. വീഡിയോ ഒന്ന് റെഡി ആയിക്കോളൂ. ഞാനൊന്ന് നോക്കട്ടെ എന്തുകൊണ്ടാണ്. വീഡിയോ ഒന്ന് ശരിയാക്കിയാൽ മതി. യെസ്, ഓക്കെ ആയി, ഓക്കെ ആയി. തല തിരിഞ്ഞ എന്നെ ഞാൻ വീണ്ടും തല തിരിച്ചിട്ടു. ഓക്കെ ആയില്ലേ? ശരിയായില്ലേ? ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ. ഒരു ഇതാവാ, സുഖം കിട്ടുന്നില്ല. കാരണം നമ്മൾ ഇങ്ങനെ നെറ്റ്വർക്ക് ഇഷ്യൂ വരുമ്പോ കുഴപ്പമില്ല, നമ്മൾ തന്നെയല്ലേ, ഇഷ്യൂ ഒന്നുമില്ല അല്ലെ? അപ്പൊ നമ്മൾ ഹിപ്നോസിസിനെ കുറിച്ചല്ലേ പറഞ്ഞത്. അപ്പൊ ഈ കോൺഷ്യസിനെ ഉറക്കി സബ് കോൺഷ്യസിനെ ഉണർത്തിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക്, അത് തെറാപ്പിസ്റ്റിന് എന്താണോ ആവശ്യം, ഇവർക്ക് എന്താണോ വേണ്ടത്, അതിലേക്ക് നമ്മൾ ഇങ്ങനെ സജഷൻ കൊടുത്തുകൊണ്ടിരിക്കും. ഈ സജഷൻ അനുസരിച്ച് അവരിൽ നിന്നും ഏത് വർഷത്തിലെ കാര്യമാണോ, ഏത് സിറ്റുവേഷൻ ആണോ, എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണോ അതുമായിട്ടുള്ള സജഷൻസ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ അതാ വരുന്നത്. അപ്പൊ എങ്ങനെയായിട്ട് വരുന്നത്? അവിടെ ഫയലുണ്ട്, ആ ഫയൽ ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഫയൽ ഇങ്ങനെ ഓപ്പൺ ആവും. കോൺഷ്യസ് സബ് കോൺഷ്യസ് ഓപ്പൺ ആക്കാണ്. അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കും, ആ ചോദ്യത്തിനുള്ള ആൻസർ അവിടെ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇത് പറയാണ്.
അപ്പൊ ഈ പറയണമെങ്കിൽ 2 വയസ്സത്തോ 3 വയസ്സത്തോ 4 വയസ്സത്തോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അത്രയും പ്രഗത്ഭരായ സൈക്കോളജിസ്റ്റുമാരുടെ സഹായത്തോടു കൂടി, ഹിപ്നോ തെറാപ്പിസ്റ്റുകളുടെ സഹായത്തോടു കൂടിയിട്ട് നമുക്കതെല്ലാം എടുക്കാം, നമുക്ക് ചെയ്യാം. അപ്പൊ ഇത് ഈ ഇത്രയും ഇതിലുള്ള തെറാപ്പിസ്റ്റിനൊക്കെ ഇത് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ സംഭവം ഉണ്ടാവണമല്ലോ. അതാണ് പറയുന്നത്. ഓരോ നിമിഷം നടന്നതും ഏത് സമയത്ത് നടന്ന കാര്യങ്ങളും നമുക്കുള്ളിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാം. നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ട്രാജഡികളും സന്തോഷങ്ങളും അതല്ലാതെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള എല്ലാ രീതിയിലുള്ള സിറ്റുവേഷൻസും, നമ്മൾ കേട്ടിട്ടുള്ള ഓരോ വാക്കുകൾ പോലും നമുക്കുള്ളിലുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലേക്ക് അങ്ങ് പോവും. അത് അതിന്റെ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴും, അല്ലെങ്കിൽ അതിന്റെ രീതിയിലുള്ള അതേപോലുള്ള വേറെ ഏതെങ്കിലും മറ്റൊരു സിറ്റുവേഷനിൽ എത്തുമ്പോഴോ മറ്റു വാക്കുകളിലേക്ക് എത്തുമ്പോഴോ ഒക്കെയാണ് നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത്. നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്ന അപ്പോഴാണ്. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ട് ചില കാര്യങ്ങളൊക്കെ, ചിലപ്പോൾ വീട്ടിലൊരു ചെറിയൊരു വഴക്ക്, അല്ലെങ്കിൽ ആരോടെങ്കിലും നമ്മൾ പറയുന്ന ചില സംസാരത്തിന്റെ രീതികൾ നമുക്ക് പെട്ടെന്ന് ടോണ് മാറും. നമ്മൾ വല്ലാതെ കൊളത്തും, അല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യും, അതല്ലെങ്കിൽ ഒച്ചയിൽ സംസാരിക്കും, ദേഷ്യപ്പെടും, പിള്ളേരെ അനാവശ്യമായിട്ട് അടിക്കും, അല്ലേ? പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ വല്ലാതെ. അപ്പൊ അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചിന്തിക്കാറുണ്ട്, ഞാനിപ്പോ എന്തിനാ ഇത്രയും വലിയൊരു സംഭവം ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം, ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ചിലപ്പോ നമ്മൾ മൂന്നാമതൊരാളോട് പറയും, അറിയില്ലടോ അന്നേരം എന്തോ അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി, വേണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു. ഞാൻ ഇപ്പൊ അന്നേരം അല്ലെങ്കിൽ ഞാൻ ഇപ്പോ ഉണ്ടായ ഒരു സംഭവത്തിന് ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു, പക്ഷെ എന്തോ സംഭവിച്ചു പോയി, ഞാൻ അറിയുന്നില്ല, അറിയാതെ പറ്റിപ്പോയതാണ്. അപ്പൊ അറിയാതെ പറ്റിപ്പോകുന്നതൊക്കെ എങ്ങനെയാണ്? നമ്മൾ ആ സമയത്ത് വല്ലാതെ വയലന്റ് ആവുന്നതും, ആവശ്യത്തിൽ കൂടുതൽ നമ്മളെ പ്രഷർ എടുക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മളുടെ സബ് കോൺഷ്യസ്ലി ഇതുക്കും മുന്നേ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അടിഞ്ഞു കൂടി കിടപ്പുണ്ടാവും. അതിന്റെ മേലെ ഇങ്ങനെ വന്ന് കിടക്കുക. അപ്പൊ ഇത് ജസ്റ്റ് അതിലേക്ക് കണക്ട് ആവുക, പഴയ കാര്യങ്ങളിലേക്ക്. പഴയത് അവിടെ ഇരിപ്പുണ്ടല്ലോ. അങ്ങനെയാണ് നമുക്ക് പല സിറ്റുവേഷനിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ബാലൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു 1 അവറോ 2 അവറോ 1 ഡേയോ ഒന്നും പറഞ്ഞാൽ തീരൂല. അത്രയും പറയാനും പഠിക്കാൻ ഒരു ലെവല് നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അത് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാന്നേ ഉള്ളൂ. ഇതിങ്ങനെ കിട്ടുമ്പോൾ, അത് കേൾക്കുമ്പോൾ, അത് മനസ്സിലാക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുതരാം. അപ്പൊ ഇതിൽ തന്നെ ബോധപൂർവമായ കുറെ തിരഞ്ഞെടുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക്, അല്ലെ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചോ, ജോലിക്ക് പോകുന്നതിനെ കുറിച്ചോ, ഒരു പുസ്തകം വായിക്കുന്നതിനെ കുറിച്ചോ ഒക്കെ ബോധപൂർവം എടുക്കുന്ന തീരുമാനങ്ങൾ ബോധ മനസ്സിൽ നിന്നാണ്. നമ്മൾ ഇന്ന സാധനം ഉണ്ടാക്കണം, നമുക്ക് ഇന്ന് ഇവിടെ പോകണം, ഞാൻ ഇന്ന സംഗതി ചെയ്യണം, ഇതൊക്കെ നമ്മൾ ബോധപൂർവം എടുക്കുന്നതാണ്. അതൊക്കെ ബോധ മനസ്സിൽ നിന്നാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ദേഷ്യപ്പെടലും അനാവശ്യമായിട്ട് പെട്ടെന്ന് ഇങ്ങനെ വന്ന് പറ്റിപ്പോയി, ഈ പറയുന്ന ഈ സിറ്റുവേഷൻ ഒക്കെ നമ്മളിൽ ഉണ്ടായത് എവിടെ നിന്നാണ്? ഉപബോധ മനസ്സിൽ നിന്നാണ്. നമ്മൾ ഡ്രൈവിങ് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ബോധത്തോടു കൂടിയാ ചെയ്യും. ഏറ്റവും വലിയ എക്സാമ്പിൾ അതാണ്, അല്ലെ? കാറൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ, ചിലപ്പോൾ സ്കൂട്ടി ആയാലും സൈക്കിൾ ആണെങ്കിൽ പോലും നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ച് ഹാൻഡിലൊക്കെ പിടിച്ച് നേരെ സ്ട്രെയിറ്റ് മാത്രം നോക്കി അങ്ങനെ പഠിച്ച് ബോധത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ, അത് ശീലമായി കഴിഞ്ഞാൽ, അത് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സബ് കോൺഷ്യസ്ലി ആണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്, അല്ലേ? കോൺഷ്യസ് ആവണം, വേണ്ടാന്നല്ല, പക്ഷെ എന്നാലും ചില സമയം നമ്മൾ അങ്ങനെ ഓടിച്ചു പോകും, അല്ലെ? ഡ്രൈവ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും അത്. അവര് അങ്ങനെ പോകും, ഒരു ഒഴുക്കിൽ അങ്ങനെ പോകും. അത് സബ് കോൺഷ്യസ്ലി ആണ് ശരിക്കും. ബോധം വരുന്നുണ്ടെങ്കിലും, ഇടയ്ക്കിടയ്ക്ക് കോൺഷ്യസ്ലി ആവുന്നുണ്ടെങ്കിലും, അല്ലാത്ത സമയം നമ്മളൊരു ലെവലിൽ അങ്ങ് പോവുക ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ചില കാര്യങ്ങളിൽ താൽക്കാലിക ഓർമ്മകളും ഹ്രസ്വകാല ഓർമ്മകളും ഉണ്ടാവും, അല്ലെ? ബോധ മനസ്സുമായി ബന്ധപ്പെട്ടതാണ് എന്താണ് ഹ്രസ്വകാല ഓർമ്മകൾ എന്ന് പറയുന്നത് ബോധ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാല് ഇത് ഉദാഹരണത്തിന് ഒരു ഫോൺ നമ്പർ നോക്കി ഡയൽ ചെയ്യുമ്പോൾ, നമ്മൾ ഫോൺ നമ്പർ ഒക്കെ പഠിച്ചൊക്കെ വെച്ച് നമ്പർ എങ്ങനെ ഡയലൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെ? ഒരു എക്സാമ്പിൾ ജസ്റ്റ് പറയാം. അത് നമ്മൾ അന്നേരം പഠിച്ച് ഡയൽ ചെയ്ത് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ അതങ്ങ് ഒഴിവാക്കി. ഒരു വർഷത്തിൽ നടന്ന കംപ്ലീറ്റ് സാധനങ്ങളും ഇത് ഓപ്ഷൻ പിന്നെ ബാക്കിയില്ലേ ആൻസർ
അഷ്റഫ് ക ഒന്ന് മ്യൂട്ട് ചെയ്യോ? മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഓക്കെ. അപ്പൊ നമ്മള് നമ്പർ ഡയൽ ചെയ്യുന്നതിനെ പറ്റിയിട്ടല്ലേ പറഞ്ഞേ. അപ്പൊ ഈ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചൊക്കെ വെച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നോടാണോ ചോദിക്കുന്നത്? അല്ലല്ലോ. ഞാൻ മറുപടി തരേണ്ടതാണെങ്കിൽ പറയാട്ടോ, അതല്ല എന്നാണെങ്കിൽ എന്ന് വെച്ചാൽ മ്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. നമ്മള് ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. ലാസ്റ്റ് 10 മിനിറ്റ് സംസാരിക്കണമെങ്കിൽ ചോദിക്കണമെങ്കിലൊക്കെ ചോദിക്കട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അതാണല്ലോ പറഞ്ഞു വന്നത്. ഏത് നമ്പർ നമ്മൾ പഠിച്ച് ഡയൽ ചെയ്തു, ആളെ വിളിച്ചു, കാര്യം കഴിഞ്ഞു, പിന്നെ കഴിഞ്ഞു. പിന്നെ ആ നമ്പർ നമ്മളെ മനസ്സിലുണ്ടോ? മനസ്സിലില്ല. അത് കോൺഷ്യസ്ലി ആണ് നമ്മൾ എടുത്തത്. എന്താ അതേപോലെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഈ നമ്പറിന്റെ കേസ് തന്നെ നമ്മൾ കുറേ കാലം നമ്മൾ ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ആ നമ്പറൊക്കെ നമ്മളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവും. അതെവിടെ പോയതാണ്? അത് സബ് കോൺഷ്യസിലേക്കാണ് പോയത്. പല നമ്പർ എനിക്കൊക്കെ കുറെ മുന്നത്തെ 10 വർഷം മുന്നത്തെ ഒരു വിധപ്പെട്ട എല്ലാ നമ്പറും ഇപ്പോഴും ബൈഹാർട്ടാണ്. പക്ഷെ ഇപ്പൊ നമ്മളെ കോൺഷ്യസ് കാര്യം കഴിഞ്ഞു അങ്ങനെ ഇതാക്കാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ കൂടുതലായിട്ടും സബ് കോൺഷ്യസ് മൈൻഡിനെ ഉപയോഗിക്കണം. ഏത് രീതിയിൽ? പോസിറ്റീവായിട്ട് ഉപയോഗിക്കണം. സബ് കോൺഷ്യസ് മൈൻഡ് ഒരുവിധം എല്ലാവർക്കും നെഗറ്റീവ് ആയിട്ടാണ് ഉണ്ടാവുക. എങ്ങനെയാ ഈ നെഗറ്റീവ് ആവുന്നത്? നമ്മൾ ഈ സബ് കോൺഷ്യസിലേക്ക് കൊടുക്കുന്നത് കുറേ ആളുകളുടെ പറ്റുമോ, നടക്കുമോ, കഴിയോ, ചെയ്യാൻ, അല്ലെങ്കിൽ പരാജയാവോ, ഇത് എന്നെ കൊണ്ട് പറ്റൂല, ഇത് എന്റെ ഏരിയ അല്ല, ഇത് എനിക്ക് നടക്കൂല, ഇതെനിക്ക് പറ്റില്ല, ഞാൻ പരാജയപ്പെടും, അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരം നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന, എന്നോട് തന്നെ ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറെ ആൻസറുകൾ, ഇതൊക്കെയാണ് നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് പോകുന്നത്. നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തീർച്ചയായിട്ടും സബ് കോൺഷ്യസിൽ എത്തിപ്പെടുന്നതാണ്. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ പറഞ്ഞ നമ്പറിന്റെ കാര്യം. ഒരു പ്രാവശ്യം പഠിച്ചു, ജസ്റ്റ് നോക്കി, ഡയൽ ചെയ്തു, വിളിച്ചു, വിട്ടു. പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവൃത്തി, അതായത് എപ്പോഴും നമ്മൾ ആ നമ്പർ കാണാതെ അങ്ങനെ ഡയൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് കയറും. അല്ലെങ്കിൽ നമ്മളത് വേണം എന്ന് വിചാരിച്ച് നമ്മളത് പഠിച്ചെടുത്താൽ അത് മനസ്സ് കയറും. അതേപോലെ നമുക്ക് ചുറ്റിലും ചുറ്റുപാടിലെ നെഗറ്റീവ്സ് മാത്രം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ വാക്കുകൾ ഉണ്ടെങ്കിൽ, സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ, നമ്മൾ തന്നെ നമ്മളോട് ആ രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു, പറയുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു അഫർമേഷൻ ആണ്. ഈ അഫർമേഷൻസ് സബ് കോൺഷ്യസിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടല്ലേ പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ എപ്പോഴും പറയണം എന്ന് പറയുന്നത്. എനിക്ക് എന്താണോ നടക്കേണ്ടത്, ഞാൻ എന്താണോ നേടിയെടുക്കേണ്ടത്, അതിനെ, എന്റെ ആഗ്രഹത്തെ, എന്റെ സ്വപ്നത്തെ, എന്റെ ആവശ്യത്തെ അഫർമേഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് അല്ലെ. നമ്മുടെ കോഴ്സിൽ EFTയിൽ ഏറ്റവും മെയിൻ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അഫർമേഷൻസ്. സെൽഫ് ലവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മളോട് അൺകണ്ടീഷണൽ ലവ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതൊക്കെ തന്നെയാണ് EFT എന്ന് പറയുന്നത്, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്, അല്ലേ? ഇമോഷൻസിനെ ഫ്രീ ആക്കി വിടാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ ഒരു തെറാപ്പി അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനാണല്ലോ നമ്മളിപ്പോ ഒരു ഫാമിലി ആയിട്ട് ഇവിടെ കൂടിയിട്ടുള്ളതും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതൊക്കെ. അപ്പൊ നമ്മൾ ഈ അഫർമേഷൻ തീർച്ചയായിട്ടും ഇതിൽ കൂടെ കുറെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ അഫർമേഷൻ ആയിട്ട് നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ മുസ്ലിംസ് ആണെങ്കിൽ ദിക്ർ എടുക്കുക എന്ന് പറയുന്നുണ്ട്. നമ്മളിങ്ങനെ അറബിയിൽ ഇങ്ങനെ ദിക്ർ എടുക്കും. അതൊരു അഫർമേഷൻ ആണ് ശരിക്കും. അത് നമ്മളോട് ദിക്ർ എടുക്കാൻ പറഞ്ഞത് എന്തിനാണ്? അതൊരു അഫർമേഷൻ ആയിട്ട് നമ്മുടെ ഉപബോധ മനസ്സ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ നമുക്കതിന്റെ അർത്ഥമൊന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നൊന്നുമില്ല. ദിക്ർ എടുക്കാം അങ്ങനെ പറഞ്ഞേന് കൂലി കിട്ടും, അല്ലെ? അതിന് കുറച്ച് കൂലി കിട്ടും, അതുകൊണ്ട് ഇങ്ങനെ ദിക്ർ എടുത്ത് പോവാം. ഹിന്ദുസ് ആണെങ്കിൽ അത് ജപിക്കുന്നുണ്ട്, ജപമാലയൊക്കെ ഉപയോഗിച്ചിട്ട്, അല്ലെ? രുദ്രാക്ഷം വെച്ചിട്ടും അല്ലാതെയും ഒക്കെ ജപമാല വെച്ച് നമ്മൾ ജപിക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ ഇതൊക്കെ തന്നെയാണ്, നമ്മുടെ ഉപബോധ മനസ്സിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ശരിക്ക് നമ്മൾ ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തം ഉണ്ട് എന്ന് പറയുന്നത് സത്യമാണ്. അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ചിന്തിച്ചു നോക്കുക, പലതിനെ കുറിച്ചും ആഴത്തിൽ ചിന്തിക്കുക. ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഞാൻ എന്റെ എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു കാര്യമാണ്, ഇതൊരു ചൂണ്ടുപലകയാണ്. അതായത് ഒരു ആരോ മാർക്ക്. നമ്മളൊരു റോട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഒരു യാത്ര പോകുമ്പോൾ, ഒരു ഏരിയയിൽ എത്തുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആണ്. ഇങ്ങോട്ട് പോവാ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടിട്ടുണ്ടാവും.
ആ ചൂണ്ടുപലക മാത്രമാണ് ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത്. നമ്മള് ഇതേപോലെ ക്ലാസ് എടുക്കുന്നവര് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ദാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇവിടേക്ക് ഒരു വഴിയുണ്ട്, അവിടേക്ക് ഒരു വഴിയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ബാക്കി നിങ്ങൾ കണ്ടെത്തണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ആവശ്യമുള്ളതാണോ, നമുക്ക് വേണ്ടിയതാണോ, എനിക്ക് ഇതിൽ ഉപകാരം ഉണ്ടോ, എനിക്ക് ഇതിൽ പലതും നേടിയെടുക്കാൻ പറ്റുമോ എന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത്. എന്നിട്ട് അതിലൂടെ നമ്മൾ ഇങ്ങനെ പോകും. കുറച്ചൊക്കെ നമ്മളിങ്ങനെ കണ്ടെത്തുക. പിന്നെ അടുത്തടുത്ത ക്ലാസ്സുകളിൽ കയറാൻ ശ്രമിക്കുക. ഒരുപാട് സൗകര്യങ്ങൾ ഇപ്പൊ ഉണ്ട് അല്ലേ? ഒരുപാട് കാര്യം നമ്മളെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഈ ഒരു സാധനം ഇങ്ങനെ എടുത്ത് കുത്തിയാൽ കിട്ടാത്തൊന്നുമില്ല. അന്വേഷിക്കുക. അത് സ്വന്തം ഇരുന്ന് നമ്മളിങ്ങനെ സെർച്ച് ചെയ്താക്കുമ്പോൾ നമ്മൾ ബോധ മനസ്സിലേക്ക് കയറുക. നമ്മുടെ ആവശ്യം കൊണ്ടാണല്ലോ, നമ്മുടെ ത്വര കൊണ്ടാണല്ലോ നമ്മൾ അത് അന്വേഷിക്കുന്നതും അറിയാൻ ശ്രമിക്കുന്നതും. തീർച്ചയായിട്ടും അതിന് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ചൂണ്ടുപലകയാണ് ഇവിടെ. അപ്പൊ എവിടേക്ക് തിരിയണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അഫർമേഷൻസ്, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് നമ്മൾ സ്വയം കൊടുക്കാൻ ശ്രമിക്കുക. എന്താ വെച്ചാൽ മറ്റുള്ളവര് നമുക്ക് ചുറ്റുപാടിലൊക്കെ നെഗറ്റീവ് അഫർമേഷൻസ് നമുക്ക് ഇങ്ങനെ മെല്ലെ പാസ് ചെയ്യുന്നുണ്ടാവും. നീ നന്നാവൂല. ഇവിടെ ഉള്ള പുള്ളിക്കാരൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഇത് സബ്കോൺഷ്യസിന് ഒരു പ്രശ്നമുണ്ട്. അത് കുറച്ച് ബുദ്ധി കുറവാണ് എന്നാണ് പറയാറ്. ശരിക്കും സൈക്കോളജിക്കലി ബോധ മനസ്സ് കുറച്ച് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളതും, മറ്റേത് ഉപബോധ മനസ്സ്, അതായത് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് കുറച്ച് അത്ര വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്ത കുറച്ചൊരു ഇതായിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നമ്മൾ പറയാറ്. കാരണം എന്താണ്, അതിനൊരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ, അതും ഞങ്ങൾ പറയാറ് എങ്ങനെയാ വെച്ചാൽ, ആനയെയും പാപ്പാനെയും ഉപമിക്കും. ആനയാണ് ആര്? സബ് കോൺഷ്യസ് മൈൻഡ് ആനയാണ്. അത്രയും ശക്തിയും കഴിവും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷെ ആനക്ക് എന്തറിഞ്ഞൂടാ? എനിക്ക് ഇത്രയും കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ ഇത്രയും ഇതുണ്ടെന്നോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കല്ലേ. വെറും ഒരു പാപ്പാന്റെ കീഴിൽ, ആ ഒരു തോട്ടിയുടെ കീഴിലാണ് ആര് നിൽക്കുന്നത്? ആന നിൽക്കുന്നത്. ആനയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഏറ്റവും വലിയൊരു തെളിവ് എന്താന്ന് വെച്ചാൽ, ആന ഉപബോധ മനസ്സിനെ ഉപമിക്കാൻ ഏറ്റവും വലിയൊരു കാരണം എന്ന് വെച്ചാല്, ആനയെ തളച്ചിടുന്നത് എവിടെയാണ്? വെറും ഒരു കുറ്റി പോലെയുള്ള ഒരു സാധനം ഇങ്ങനെ കുത്തി വെച്ചിട്ട് അതിന്റെ അടുത്ത് ചങ്ങലയിട്ട് കെട്ടിയിട്ടാണ് നമ്മൾ ആനയെ തളച്ചിടുന്നത് അല്ലേ? എന്തൊരു വിഡ്ഢിത്തരമാണ് അത് ചെയ്യുന്നത്. ആനയെ അതിൽ തളച്ചിട്ടിട്ട് ഇതിന് കൊണ്ടുപോകും ഈ ആനയെ വലിയ മരം പിഴുതെടുക്കാനും വലിയ വലിയ തടികൾ ഇറക്കാനും ഇതാക്കാനും ഒക്കെ നമ്മൾ കൊണ്ടുപോകും. പക്ഷെ അവിടെ ആനയ്ക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എനിക്ക് ഇത്രയും ശക്തി ഉണ്ടെന്ന്. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ആന ആനയുടെ ഒരു മൈൻഡിലേക്ക് കൊടുത്തത് എന്താണ്? ആന ചെറുകുഞ്ഞാവുമ്പം ഇതേപോലൊരു കുറ്റിയില് അല്ലെങ്കിൽ ഇതേപോലൊരു ഇതിന്റെ അകത്ത് ഈ ഒരു ചങ്ങലക്കിട്ട് വെക്കുമ്പോൾ ആന കുറെ വലിക്കാനോ വെക്കാനൊക്കെ ശ്രമിക്കും. അന്ന് കുഞ്ഞല്ലേ, അപ്പൊ ആനയ്ക്ക് അത് പിഴുതെടുക്കാൻ കഴിയൂല. അന്നത്തെ ഒരു ഇതിൽ കഴിയൂല. ആ ഒരു സാഹചര്യത്തിൽ ആനയുടെ കാലിൽ ഒരുപാട് വ്രണങ്ങൾ ഉണ്ടാവും. എബിൻ വീണ്ടും തല തിരിഞ്ഞു. കുറച്ച് കഴിയുമ്പോ തല തിരിയായിരിക്കും. ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്താ സംഭവിച്ചെന്ന് അറിഞ്ഞൂടാ. ഇവിടെ വൈഫൈ ആണ്, പക്ഷെ എന്താ അറിഞ്ഞൂടാ. അപ്പൊ ഇനിയിപ്പം ഫോണിലാണെങ്കില് കുറച്ച് കഴിയുമ്പോ റെഡി ആവും നമുക്ക്. അപ്പോഴേ ഇതിങ്ങനെ പോയി പിന്നെ ആകെ ഒരു ഡിസ്റ്റൻസ്. കുഴപ്പമില്ല, നിങ്ങള് പോസിറ്റീവായിട്ട് എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ ഓക്കെ ആയില്ലേ? അപ്പൊ ഇനിയിപ്പോ ഓക്കെ ആവാൻ മതി. യെസ്, ഓക്കെ ആയി. ജസ്റ്റ് ഒന്നിങ്ങനെ ഓക്കെ ആണോ? അപ്പൊ അതിനെയും പാപ്പാനെയും കുറിച്ച് നമ്മൾ കേട്ടു, മനസ്സിലാക്കി. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങള്. അപ്പൊ ഈ ഒരു വ്രണം വന്നിട്ട് ചങ്ങലയിൽ കിടന്ന് ഇതായിട്ട് ആ ആനയുടെ മനസ്സിൽ കുടുങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പോലെയാണ് നമുക്കും.
എനിക്കിത് പറ്റില്ല, എനിക്കിത് നടക്കില്ല, എന്നെ കൊണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, ഈ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടന്നിട്ട് ആനയും വിചാരിക്കുന്നത് എന്നെ കൊണ്ട് ഇത് പിഴുതെടുക്കാൻ പറ്റില്ല എന്ന് ആന വിചാരിച്ചു ആ സമയത്ത്. പിന്നെ ആന എത്ര വലുതായിട്ടും വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും ആ കാര്യം ആനയ്ക്ക് തിരിച്ചറിയാതെ പോവാ. കറക്റ്റ് നമ്മൾ ആ ഒരു അവസ്ഥയിലേക്കാണ് എത്തിപ്പെടുന്നത്. നമ്മുടെ ഉപബോധ മനസ്സിനെ നമ്മൾ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. നമ്മൾ ആ രീതിയിലാണ് ഉപബോധ മനസ്സിനെ കൈകാര്യം ചെയ്ത് വെക്കുന്നത്. പല കാര്യങ്ങൾക്കും പല വിജയങ്ങൾ നേടാനുള്ള അവസരങ്ങൾ വരെയും നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. നമുക്ക് വെൽത്ത്, പണോ അല്ലേ, നമ്മൾ എല്ലാവർക്കും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ് വെൽത്ത്. നമുക്ക് പണം ഇല്ലെങ്കിൽ നടക്കുന്നില്ലേ. പണം സമ്പാദിക്കാനുള്ള പല വഴികളും, അല്ലെങ്കിൽ ഇതൊക്കെ ഉപബോധ മനസ്സിന്റെ തടസ്സങ്ങളാണ്. ഉപബോധ മനസ്സിലേക്ക് നമ്മൾ നമ്മളായിട്ടൊന്നും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളുടെ ഗ്രാജുവലി നമ്മൾ വളർന്നു വന്നിട്ടുള്ള സിറ്റുവേഷൻ, നമ്മളെ വളർത്തിയെടുത്തിട്ടുള്ള സിറ്റുവേഷൻ, നമ്മൾ നേരിട്ടിട്ടുള്ള, കണ്ടിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മളിപ്പോ കൊണ്ടുപോകുന്നത്. കാരണം നിരന്തരം നമ്മൾ നേരിടുന്നതും കേൾക്കുന്നതും പറയുന്നതും നമ്മൾ ഏർപ്പെടുന്നതും ഒക്കെ എവിടെയാണ്? ഇവിടെ തന്നെയല്ലേ. ഈ ഒരു പരിപാടി സബ് കോൺഷ്യസിലേക്കല്ലേ പോകുന്നത്. അപ്പൊ സബ് കോൺഷ്യസിനെ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം ഉയർത്താൻ ശ്രമിക്കുക, അതിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. അവിടെയാണ് പോസിറ്റീവ് തോട്ട്സിന്റെയും പോസിറ്റീവ് അഫർമേഷൻസിന്റെയും പോസിറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളുടെയും. കണ്ടു നമ്മുടെ ഷെരീഫ മാഡത്തിനെ. അപ്പോ അങ്ങനെ പറ്റുന്നവരൊക്കെ ഒന്ന് ക്യാമറ ഓൺ ചെയ്യട്ടെ, എനിക്കൊന്ന് കാണാമല്ലോ. ഞാൻ ആദ്യമായിട്ടല്ലേ നിങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നത്. നിങ്ങൾ എന്നെയും കേൾക്കുന്നത് ആദ്യമായിട്ടായിരിക്കാം. കുറെ ആളുകളൊക്കെ എന്നെ ആദ്യമായിട്ടായിരിക്കും. അപ്പൊ കഴിയുന്നവരൊക്കെ ഒന്ന് ക്യാമറ ഓൺ ചെയ്യാം. അപ്പൊ ഏകദേശം നമ്മുടെ ടൈം കഴിയാറായിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുന്നേ ക്യാമറയിൽ വരണമെങ്കിലൊക്കെ വരാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നാൽ മതി. ഓക്കെ, നമുക്ക് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യാം. വെറും ഇങ്ങനെ ക്ലാസ് റേഡിയോ പോലെ ഇങ്ങനെ പറഞ്ഞ്, പിന്നെ അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. എനിക്ക് അറിയുന്നതാണെങ്കിൽ പറയും. എല്ലാം എനിക്ക് അറിയൊന്നുമില്ല. ഇപ്പൊ ഈ വിഷയം ഞാൻ എടുത്തെന്ന് വെച്ചിട്ട് ഇതിലെല്ലാം എനിക്ക് അറിഞ്ഞോളണമെന്നൊന്നുമില്ല. അറിയുന്ന കാര്യമാണെ പറയും, ഇല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് പറഞ്ഞു തരും. എവിടെന്നാ കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടെ പോയി ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് ഞാനൊരു ഗ്യാരണ്ടി തരാം, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്കറിയാന്നൊന്നും ഞാൻ ഗ്യാരണ്ടി ഒന്നും തരുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ കാര്യങ്ങൾ. അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ ഏറ്റവും കരുത്തുറ്റതാക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഇതുവരെ നമ്മുടെ സബ് കോൺഷ്യസിൽ ഉണ്ടായിട്ടുള്ള എല്ലാ നെഗറ്റീവ്സിനെയും, മുറിവുകളെയും, പ്രശ്നങ്ങളെയും ഒക്കെ മായ്ച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. എങ്ങനെ മായ്ച്ചെടുക്കും? എങ്ങനെയാ മായ്ച്ചെടുക്കുക? എന്താ നമ്മൾ ചെയ്യുക? അതിന് കുറേ കാര്യങ്ങൾ ഇതേപോലെ നമുക്ക് സഹായങ്ങൾ ഉണ്ടാവാം. തെറാപ്പിസ്റ്റിന്റെ സഹായം തേടാം. EFT എന്ന് പറയുന്ന ആ ഒരു ഇമോഷണൽ ഫ്രീഡത്തിനെ നമുക്ക് കൊണ്ടുവരാം. ഇമോഷണലി നമ്മൾ ഫ്രീ ആയാൽ തന്നെ നമ്മുടെ കുറെ പ്രശ്നങ്ങൾ തീരും, ഇല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ മൂന്നാമതൊരാളെ സഹായം തേടേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ എത്തുക തന്നെ വേണം. അതിലൂടെ ഈ മൂന്നാമതൊരാള് എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മളെ സ്വയം പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. സ്വയം അതിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രാപ്തരാക്കുക ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ചില തെറാപ്പികൾ പറഞ്ഞു തരും, ചില ക്ലാസ്സുകൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, ചില ടെക്നിക്കുകൾ ഇങ്ങനെ ചെയ്യണം, ചില ട്രിക്സ് ഒക്കെ പറഞ്ഞു തരും. നിങ്ങൾ ലൈഫിൽ ഇങ്ങനെ ചെയ്യണം. ഇതുവരെ നിങ്ങൾ ചിന്തിച്ച കുറെ കാര്യങ്ങൾ തെറ്റാണ്, അല്ലെങ്കിൽ അത് വേണ്ടാത്തതാണ്. നമുക്ക് വേണ്ടിയതിനെ മാത്രം എടുക്കണം, വേണ്ടാത്തതിനൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, ഒഴിവാക്കാം. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറെ കാര്യങ്ങളിലേക്ക് നമ്മളെ തന്നെ കൊണ്ടെത്തിക്കാൻ പറ്റും. ബാക്കിയുള്ളതൊക്കെ നിൽക്കട്ടെ, നമ്മളെ തന്നെ നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. ആദ്യം നമ്മളെയാ കൊണ്ടെത്തിക്കുന്നത്. മോന് വേണ്ടിയിട്ടോ, മോൾക്ക് വേണ്ടിയിട്ടോ, ഭർത്താവിന് വേണ്ടിയിട്ടോ, ഭാര്യയ്ക്ക് വേണ്ടിയിട്ടോ ആരും പെട്ടെന്ന് തന്നെ ഇറങ്ങിത്തിരിക്കേണ്ട. സ്വന്തത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാലേ ബാക്കിയുള്ളവരിലും റിസൾട്ട് ഉണ്ടാവുള്ളൂ. എല്ലാവരും അവനവന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. നമ്മളോടില്ലാത്തത് വേറെ ആർക്കും നമ്മളോട് ഉണ്ടാവില്ല. അതാ മനസ്സിലാക്കേണ്ടത്. നമ്മളോടില്ലാത്തത് നമുക്ക് കൊടുക്കാനും പ്രയാസമായിരിക്കും. എന്നിലില്ലാത്തൊരു സാധനം കൊടുക്കാൻ പ്രയാസമല്ലേ? ഞാൻ എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കരുതി വെക്കുക ഒരുപാട്, അതിൽ നിന്ന് എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് കൊടുത്ത് കഴിഞ്ഞിട്ട് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ ബ്രെയിനും സാറ്റിസ്ഫൈഡ് ആവുക. ഇത് കൊടുക്കലുകൾ മാത്രം. അപ്പൊ ബ്രെയിനും വിചാരിക്കൂലേ എന്താപ്പത്? എല്ലാം ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മുടെ ഓരോ ചലനങ്ങളും ഓരോ ചിന്തകളും നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ഈ ബ്രെയിനിലുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, മെയിൻ പാട്ടുകളാണ് ഈ സംഭവങ്ങളൊക്കെ. ഇതിനോടനുബന്ധിച്ച് നമ്മുടെ ഓരോ കാര്യങ്ങളും തോട്ടുമായിട്ട്, സൈക്കോളജിയുമായിട്ട്, അല്ലെങ്കിൽ മെന്റലി ആയിട്ട് വരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോ ക്ലാസ്സുകളിലായിട്ട് ഇങ്ങനെ കിട്ടും. ഇനി അങ്ങോട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുക്കാം, പറയാം, മനസ്സിലാക്കാം. ഈ പറഞ്ഞ പോലെ കേട്ടോ, ഡീപ്പായിട്ടൊന്നുമല്ല, ചെറിയ അറിവിലൂടെ നമുക്ക് ഓരോ ട്രെയിനേഴ്സ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചു തരും. അപ്പൊ ആ രീതിയിൽ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോവാം.
ഓക്കെ. അപ്പൊ ഈ രണ്ട് മനസ്സുകളും തമ്മിൽ നിരന്തരമായ ആശയവിനിമയം ഉണ്ട് എന്ന് സാരം. ഉണ്ട്, നടക്കുന്നുണ്ട്. അപ്പൊ ബോധ മനസ്സിൽ നാം ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഉപബോധ മനസ്സിലേക്ക് പോകുകയും അവിടെ സംഭരിക്കപ്പെടുകയും ചെയ്യുന്നു. മെയിൻ പോയിന്റ് ആണ്. ബോധ മനസ്സിൽ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന കാരണം, വിശ്വാസം, ഇതൊക്കെ എവിടെയാണ്? ഇതൊക്കെ ബോധ മനസ്സിലാണേ. ഇതൊക്കെ ഉപബോധ മനസ്സിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മള് കോൺഷ്യസ്ലി ചെയ്യുന്നതായാലും അത് നമുക്ക് എത്രത്തോളം പ്രയോജനമുള്ളതാണ്, എന്നെ എത്രത്തോളം സഹായിക്കുന്നതാണ്, എന്നെ എത്രത്തോളം വളർത്തുന്നതാണ് എന്ന് നോക്കുക. അതൊക്കെ നോക്കിയിട്ട് ചിന്തിച്ചിട്ടൊക്കെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. ഒരു ചെറിയൊരു ഒരു ഒരു അവയർനെസ് ഉണ്ടായതാ ഞാനിപ്പോ ചെയ്യുന്നത് ഇത് എനിക്ക് ദോഷം ചെയ്യോ, അല്ലെ എന്നെ ഇത് ഉപബോധ മനസ്സ് കയറി കൂടിയാല് പോയോ കാര്യം. അങ്ങനെ ഒരു ചെറിയ തോട്ട്, ഒരു ഗെയിം പോലെ അല്ലെങ്കിൽ ഒരു രസം പോലെ നമ്മൾ പല കാര്യങ്ങളെയും നോക്കി കാണണം. അല്ലാതെ ഒരു ഒഴുക്കപ്പെട്ട് അങ്ങനെ പോവല്ല. ആ ഒഴുക്ക് നമ്മൾ എവിടെ വേണമെങ്കിലും കൊണ്ടുവച്ചെത്തിച്ചേക്കാം. നമുക്കൊരു ചെറിയൊരു ധാരണ വേണം നമ്മളെ കുറിച്ച് തന്നെ. പിന്നെ എന്താ പറയാ, ഉപബോധ മനസ്സിൽ ഉൾപ്പെടുന്ന വിശ്വാസങ്ങളും ശീലങ്ങളും തിരിച്ചു ബോധ മനസ്സിലെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് ഉദാഹരണത്തിന് പറയാണ്. നിങ്ങൾ ഒരു പ്രത്യേക കാര്യത്തിൽ വിജയിക്കുമെന്ന് ബോധപൂർവം വിശ്വസിച്ചാൽ, മനസ്സിലായോ? അപ്പൊ എന്താണ് ഞാനത് പറയുന്ന ഇതിലേക്ക് വരുമായിരുന്നു. നമ്മൾ അഫർമേഷൻ പറഞ്ഞു വന്നിട്ട് അതിലേക്കാണ് വരുന്നത്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ബോധത്തോട് കൂടിയിട്ട് ചെയ്യണം. എനിക്കിത് നടത്താൻ പറ്റും, എനിക്കിത് കഴിയും, ഞാൻ നേടും എന്ന് നമ്മൾ ബോധത്തോട് കൂടിയിട്ട് ബോധ മനസ്സിലൂടെ നമ്മളത് വിചാരിച്ചാൽ, അത് നിരന്തരം വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉപബോധ മനസ്സിലേക്ക് പോകും. അതാണ് നമ്മൾ അഫർമേഷനിലൂടെ പറഞ്ഞത്. അത് തന്നെയാണ് നമ്മൾ വിഷ്വലിലൂടെ, അതായത് ഒരു ഇമേജിലൂടെ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ഉപബോധ മനസ്സിന്റെ ഭാഷ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ ഇമേജ് ആണ്, പിക്ചറാണ് ഉപബോധ മനസ്സിന്റെ ഭാഷ. എന്നിട്ടാണ് അത് വെർബലി വരുന്നത്. ആദ്യം വിഷ്വലി ആണ് വരുന്നത്, പിന്നീടാണത് വെർബലി ആയിട്ട് വരുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്, ഒരു 10 മിനിറ്റ്സ് അത് വെച്ചിട്ട് വെക്കും. ഇത് കഴിയാന്നിട്ട് ഇത് കഴിയാൻ എത്ര മിനിറ്റ് ആവും അറിയാൻ വന്നതാ. കുറെ നേരമായില്ലേ. എന്നെ കിട്ടുന്ന സമയമാണ്. ഞാൻ ഓഫീസൊക്കെ വിട്ട് വന്നാല് പിന്നെ കുറച്ച് സമയം ഈ സമയത്താണല്ലോ ഉണ്ടാവുക, പഠിപ്പിക്കാനും അതിനൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ എൻഗേജ്ഡ് ആയപ്പോഴേ അവിടെ നിന്ന് ഇങ്ങനെ എന്തൊക്കെയോ ആവുന്നുണ്ടാവും. ഞാൻ ഇപ്പം വരും എന്ന് വിചാരിച്ചിട്ടേ. അപ്പൊ ഓക്കെ, ഓരോ വീട്ടിലെയും സിറ്റുവേഷൻ ഇതൊക്കെ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യം വിഷ്വലി നമുക്ക് എന്ത് ചെയ്യാം. അപ്പൊ ഇമാജിനേഷൻ കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഉപബോധ മനസ്സിനെ ശക്തിപ്പെടുത്താൻ നമുക്ക് ഇമാജിനലി അല്ലെങ്കിൽ വിഷ്വലി ഡ്രീമിങ്, നമ്മളിങ്ങനെ സ്വപ്നം പോലെ, ദിവാസ്വപ്നം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. വിഷ്വലായിട്ട് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നടക്കും, ജയിക്കും, പറ്റും, നേടും. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എല്ലാം പോസിറ്റീവ്, നെഗറ്റീവിനെ കൊടുക്കണ്ട. അപ്പൊ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്തടുത്ത സെഷനിലൊക്കെ കൊണ്ടുവരാം. കാരണം വിഷ്വൽ എന്താണ് വിഷ്വലൈസേഷൻ, എന്താണ് അഫർമേഷൻ, അതൊക്കെ നമുക്ക് കൊണ്ടുവരാം അല്ലെ. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്, എന്താണ് ഫോർഗിവ്നെസ്, ഇതൊക്കെയാണ് നമുക്ക് എന്തിലുള്ളത്, EFT മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ ഒരു തെറാപ്പി ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സെഷനിൽ ഇനിയിപ്പോ ഇങ്ങനെ വീക്കിലി ഒരു 3 സെഷൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാം. അതിലൂടെ നമുക്ക് ചെറുങ്ങനെയൊക്കെ ചെറിയ രീതിയിലൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാട്ടോ. ലൈഫിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയാല് ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് വ്യത്യാസങ്ങൾ പല ഏരിയകളിലും നമുക്ക് വരുന്നതാണ്. അപ്പോ എന്താ പറയാ, ആ ലക്ഷ്യം നേടാനുള്ള വഴികൾ കണ്ടെത്താനും പല രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വിഷ്വലൈസേഷൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഒരു പ്രത്യേക കാര്യത്തിൽ ഭയം ഉണ്ടെങ്കിലാണേ പറയുന്ന അടുത്തത്, ഭയം ഉണ്ടെങ്കിൽ അത് ഉപബോധ മനസ്സിൽ നിന്ന് വരുന്നത് കാരണം നിങ്ങളുടെ ബോധപൂർവമായ തീരുമാനങ്ങളെ അത് ബാധിച്ചേക്കാം. ഈ ഒരു ഭയം, എനിക്ക് ഭയങ്കര പേടിയാണ് ഈ ഒരു ഏരിയ, അല്ലെങ്കിൽ ആ ഒരു കാര്യം, ഇരുട്ട്, അല്ലെങ്കിൽ ചില ജീവികൾ, ചിലർക്ക് കോക്രോച്ചിനെയൊക്കെ ഭയങ്കര പേടിയായിരിക്കും, അല്ലെങ്കിൽ എല്ലാം ഒരു ആൻസൈറ്റി ഉള്ള വ്യക്തികളായിരിക്കും. അത് ഉപബോധ മനസ്സിനെ എപ്പോഴോ ബാധിച്ചതാണ്, എപ്പോഴോ പിടികൂടിയതാണ്. അത് ബോധത്തോടെ അല്ലെങ്കിൽ ബോധ മനസ്സിനെയും അത് ബാധിക്കും എന്നുള്ളതാണ്. കോൺഷ്യസ്ലി നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ആ ഒരു പ്രശ്നം വരും.
വരുമല്ലോ, ഉറപ്പല്ലേ? കാരണം ഉപബോധ മനസ്സിൽ കയറി കൂടിയിട്ടുള്ള ആ സംഭവം നമ്മൾ കോൺഷ്യസ്ലി ചെയ്യുമ്പോഴൊക്കെ ഒരു വല്ലാത്ത ഭയമാണ്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് എന്ത്? ഒരു 10 ആളെ കണ്ടാൽ നമുക്ക് നേരെ നിന്ന് സംസാരിക്കാൻ പറ്റാത്ത പ്രശ്നം അല്ലേ? അത് സബ് കോൺഷ്യസ്ലി അതൊരു പ്രശ്നമായിട്ട് അവിടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. അപ്പൊ ആളുകളെ കാണുമ്പോഴേക്ക് വിറയ്ക്കാൻ തുടങ്ങുക. അല്ലാതെ ഇങ്ങനെ ഇട്ട് പൊട്ടിക്കുന്ന ആളൊക്കെ ആയിരിക്കും, ഭയങ്കരമായിട്ട് വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ അത് ഇതൊക്കെ പറയുകയും ഭയങ്കര കമന്റ് ഒക്കെ പറയുന്ന ആളായിരിക്കും. പക്ഷെ 10 ആള് മുന്നിലെത്തിയാൽ, 10 ആളൊന്നും വേണ്ട, 4-5 ആള് മുന്നിലെത്തിയാൽ തീർന്നു കഥ. പിന്നെ പറയാൻ കഴിയില്ല, വായി തുറക്കാൻ കഴിയില്ല, വിറയ്ക്കും, കൈ ഇതാവും അല്ലെ? ഒരു സഭാകമ്പം പോലെയൊക്കെ നമുക്ക് ഉണ്ടാവുന്നതൊക്കെ ഇതുകൊണ്ടാണ്, ഉള്ളിൽ ആ പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ കോൺഷ്യസ്ലി സബ് കോൺഷ്യസ്ലി എന്തെങ്കിലും വന്നാൽ അത് കോൺഷ്യസിനെയും ബാധിക്കും, കോൺഷ്യസിൽ ഇതായാലും സബ് കോൺഷ്യസിനെയും ബാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ രണ്ടും നമുക്ക് എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്ത് കൈകാര്യം ചെയ്ത് പോകണം. അപ്പൊ ഏകദേശം ഒരു കൺഫ്യൂഷൻ ഒക്കെ ചെറിയ രീതിയിൽ വന്നിട്ടുണ്ടാവും. ആ കൺഫ്യൂഷൻ ഒക്കെ തീർക്കാനാണ് ബാക്കിയുള്ള കുറെ കാര്യങ്ങളും പിന്നെയുള്ള സെഷൻസ് ഒക്കെ വരുന്നത് കേട്ടോ. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇത് അറിയാത്തവർക്കാണ്, അറിയുന്നവർക്കൊക്കെ ക്ലിയർ ഏകദേശം ഒക്കെ പിടുത്തം കിട്ടും. അല്ലാത്തവർക്ക് എന്താണ് ഇപ്പൊ ഇതെങ്ങനെയാണ് ഇപ്പോ ഇതൊക്കെ ഇങ്ങനെയാണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവാം. എനിക്ക് തോന്നുന്നു നമ്മള് എനിക്ക് ആരെയും കാണാത്തത് കൊണ്ടാണ്, പേരിലൊന്നും ജസ്റ്റ് ആരെയും ഓർമ്മയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മളുടെ ഈ ഒരു കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും എന്താ പറയുക, സൈക്കോളജിക്കലി അത്യാവശ്യം അവയർനെസ് ഒക്കെ ഉള്ള ആളുകളായിരിക്കാം. എന്നാലും ഞാനൊരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് മനസ്സുകളുടെയും പ്രവർത്തന രീതി മനസ്സിലാക്കുന്നത് വ്യക്തിഗത വികാസത്തിനും ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും നെഗറ്റീവ് ശീലങ്ങളെ മാറ്റിയെടുക്കുന്നതിനും ആത്മവിശ്വാസം കൂട്ടുന്നതിനും ഇതിനൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ, അതായത് വളരെയധികം സഹായിക്കുന്നതാണ് എന്നുള്ളത്. അപ്പൊ ഇപ്പൊ പറഞ്ഞ കുറച്ച് പോയിന്റ്സ്, കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കും ആത്മവിശ്വാസത്തിനും നമ്മുടെ പല കാര്യങ്ങളും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ഇതൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം തന്നെ ഒരു എന്താ പറയാ, ഒരു തുലനാവസ്ഥയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു അൽഗോരിതം ഉണ്ട്. ആ ഒരു അൽഗോരിതത്തിന് ഒരു വൃത്തിയിൽ ആ ഒരു ഇതിൽ നമുക്ക് മുന്നോട്ട് പോകാൻ, ഒരു ഓളത്തിലും താളത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ മനസ്സ് നമ്മളെ ഏറ്റവും പ്രധാനമായിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സാണ് പ്രവർത്തിക്കുന്നത്. എന്റെ മനസ്സാണ് എന്റെ ലോകം, എന്റെ ചിന്തകളാണ് എന്നെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ചിന്തയുടെ കണ്ണാടിയാണ് നമ്മുടെ ചുറ്റുപാട്. എന്റെ ചിന്തയാണ് കണ്ണാടിയിൽ ചുറ്റുമുള്ളത്, ചിന്തയുടെ റിഫ്ലക്ഷൻ ആണ്. അതായത് ആ കണ്ണാടിയിൽ പതിയുന്നത്. ഞാൻ എന്ത് ചിന്തിക്കുന്നു അതാണ് എനിക്ക് കാണാൻ പറ്റുക. അവനിൽ കാണാൻ പറ്റുന്നതും ഇവരിൽ കാണാൻ പറ്റുന്നതും ലോകത്തിൽ കാണാൻ പറ്റുന്ന നമ്മുടെ തോട്ട്സ് ആണ്. അതിനനുസരിച്ചാണ് നമ്മൾ നോക്കിക്കാണുക. അപ്പൊ തോട്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ ചിന്തകളെ പറ്റിയും അല്ലെങ്കിൽ തോട്ട്സിനെ കുറിച്ചൊക്കെ നമുക്ക് പല രീതിയിൽ ഇങ്ങനെ പറഞ്ഞു വരാം ഇനി അങ്ങോട്ടേക്ക്. അപ്പൊ ഇപ്പൊ കോൺഷ്യസ്ലി സബ് കോൺഷ്യസ്ലി ഒരു ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ, വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാനുണ്ടോ, അതൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മാഡം പറഞ്ഞല്ലോ ഈ ഡ്രൈവിംഗ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ കുറച്ച് ശീലമായി കഴിഞ്ഞാൽ പിന്നെ സബ് കോൺഷ്യസ് മൈൻഡ് വഴിയാണ് ചെയ്യുന്നത്. അങ്ങനെ നിത്യേന ചെയ്യുന്ന പല കാര്യങ്ങളിലും ചില സമയം നമുക്ക് വളരെ കോൺസെൻട്രേഷൻ ആവശ്യമുള്ളതല്ലേ. സിറ്റിയിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ മൊത്തത്തിലൊരു സബ് കോൺഷ്യസ്ലി അല്ല നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയല്ല, അത് ഒരു തിരുത്തൽ പറയാം. എല്ലാം നമ്മൾ പിന്നെ ഒരു ഇതുമില്ലാതെ സബ് കോൺഷ്യസ്ലി ചെയ്യുന്നല്ല. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ സബ് കോൺഷ്യസിലേക്ക് നമ്മൾ പോവാറില്ലേ, ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ അങ്ങനെ പോകുന്നത്. ചിലപ്പോൾ ഇങ്ങനെ വേറെ വണ്ടി ഉണ്ടാവും, ഞാൻ അതിനുള്ള കൂടെ എടുത്തിട്ടാവും, ചിലപ്പോൾ ഇതിലെ ഇങ്ങനെ പോകും. അപ്പൊ അങ്ങനെ ഒരിതിൽ നമ്മൾ പോകുമല്ലോ. ഭയങ്കര നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോഴുള്ള ആ ഒരു സിറ്റുവേഷൻ, അത് ബോധ മനസ്സാ. അങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങോട്ട് ആവും കിട്ടുന്നില്ലേ, അതാണ് പറഞ്ഞത്. ഒരു കാര്യം കൂടി ഉണ്ട്. അല്ല സാറ് പറഞ്ഞു കഴിയട്ടെ കേട്ടോ. അലി സാർ ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അല്ല, അതിനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. എന്താണ് ഒരു ഡൗട്ടും കൂടെ ഉണ്ട്. ഡോക്ടർ പറഞ്ഞോളൂ, അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഹിപ്നോട്ടിസത്തിൽ ഉള്ള കാര്യങ്ങള് നമ്മളെ ബോധ മനസ്സിൽ നിന്ന് ഇങ്ങനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ചില ആളുകളുണ്ടല്ലോ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമ്പോൾ ഉറക്കത്തിൽ സംസാരിക്കുന്നത്, അത് തന്നെയാണോ അത്? അതെ, അത് ചിലപ്പം ഹിപ്നോട്ടിസം എന്നല്ല, അവര് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമ്പോഴും അവര് കോൺഷ്യസ്ലി അവരെന്തായി ശരിക്കും ഉറങ്ങിക്കഴിഞ്ഞു.
അവർ സബ് കോൺഷ്യസ്ലി ആണ് പിന്നെ വരുന്നത്. അതിൽ ഓരോ സ്റ്റേജ് ഉണ്ട്, ആൽഫ, ഡെൽറ്റ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണല്ലോ നമ്മൾ ഉറക്കം 2-3 ഇതിലേക്ക് പോകുന്നുണ്ട്. Exactly. ആ ഒരു സ്റ്റേജിലാണ് നമ്മളുടെ ഒരു പക്ഷേ സബ് കോൺഷ്യസ്ലി ആയിരിക്കാം ആ സംസാരങ്ങൾ വരുന്നത്. ഇത് തന്നെയാണോ വ്യക്തിക്ക് ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോഴും അവർ ചെയ്യുന്നത് അത് തന്നെയാണോ? ഉറക്കത്തിലേക്ക് കൊണ്ടുപോയിട്ടാണോ ചെയ്യുന്നത്? അതെ, നമ്മളെ തീർച്ചയായിട്ടും നമ്മളെ കോൺഷ്യസ്ലായിട്ട് അതായത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവും. ഒരു ഹിപ്നോസിസ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കൗൺസിലർ, എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരു ഉറക്കത്തിന്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അറിയാതെ ഞാൻ ഇങ്ങനെ ചെയ്തു പോകും. ഇപ്പൊ ഈ അടുത്ത് എനിക്ക് വന്ന നമ്മുടെ ക്ലിനിക്കിൽ വന്നൊരു കേസ് എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു കുട്ടിയാണ്, 7 വയസ്സുള്ള കുട്ടി. ഈ കുട്ടിക്ക് ഉപ്പ മരണപ്പെട്ടതാണ്. ഉപ്പ മരണപ്പെട്ടതിന് ശേഷം ഒരു 2 വർഷമൊക്കെ ആയപ്പോ കുട്ടി ഇങ്ങനെ ഭയങ്കര ഒരു ചുമ്മാ മുടി, എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു കേട്ടോ കേട്ടപ്പോ. മുടി ഇങ്ങനെ പിഴുതെടുക്കുക, ഒരു ഏരിയയിൽ ഇത്ര ഭാഗത്ത് കഷണ്ടിയായി കുട്ടിക്ക്. കുട്ടി സ്വയം മുടി ഇങ്ങനെ പിഴുതെടുത്തോണ്ടിരിക്കും. എന്നിട്ട് അവിടെ ഒരു കഷണ്ടി പോലെയായി. ആ കുട്ടിക്ക് വേദനിക്കുന്നില്ല, കുട്ടി മനഃപൂർവ്വം ചെയ്യാണ്, പക്ഷെ വേദന ഒന്നും അവൾ അറിയുന്നില്ല. അങ്ങനെ അതൊരു സബ് കോൺഷ്യസ്ലി പോവാണ്. അപ്പൊ എന്തോ ഒരു ട്രോമ പോലെയോ എന്തോ ഒരു സ്ട്രെസ് കുട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടാണ് ആ സംഭവം വരുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചത് അവിടെ ഹിപ്നോട്ടിസ് ആണ്. ഞാനല്ല, എന്റെ അടുത്താണ് വന്നത്. ഞാനത് ഞങ്ങളുടെ ഒരു സാറുണ്ട്, മെയിൻ ഹിപ്നോസിസ് തെറാപ്പിസ്റ്റ് ആണ്. ഞാനും ഹിപ്നോസിസ് ചെയ്യുമെങ്കിലും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ഒരു വലിയൊരു ഇതിലേക്ക് പോകുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് എത്തിയിട്ടില്ല. അപ്പൊ സാറാണ് അത് ചെയ്യുന്നത്. അപ്പൊ അവിടെ എവിടെയാ പ്രാക്ടീസ് ചെയ്യുന്നത്? ഞാൻ ഇവിടെ കോഴിക്കോട് നമ്മുടെ ഫാത്തിമ ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ട് ഒരു ക്ലിനിക് ഉണ്ട്. അപ്പൊ അവിടെയാണ് ഞാനും സാറും കൂടെയാണ് അവിടെ ചെയ്യുന്നത്. ഒരു ക്ലിനിക്കിൽ കൗൺസിലിംഗ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്, പിന്നെ ഫിസിയോതെറാപ്പിയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതാ കുഞ്ഞു മക്കളായാലും ഇനി 6 വയസ്സായാലും 60 വയസ്സായാലും നമുക്കുള്ളിൽ എന്തോ ഇരിപ്പുണ്ടെങ്കിൽ അത് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ കാണിക്കുന്നുള്ളതാണ്. ഇതിൽ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഇൻഫർമേഷൻസ് പോലും നമുക്ക് ഹിപ്നോട്ടിസത്തിൽ എടുക്കാൻ കഴിയുമോ? കഴിയും എന്നാണ് ആ രീതിയിലുള്ള തെറാപ്പിസ്റ്റിന്റെ അടുത്ത് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ സാധിക്കും. ചിലതൊക്കെ പരാജയപ്പെട്ടു പോവാറുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ നമുക്ക് സാധിക്കും എന്നാണ് ശരിക്കും. ഇതില് വേറെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഹിപ്നോസിസത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാല് നമ്മൾ ഈ ഒരു 10 വർഷം ബാക്കോട്ട് 2015 നമ്മൾ ആ വ്യക്തിയെ കൊണ്ടുപോയിട്ട് പല സജഷൻസിലൂടെയും പല ഇതിലൂടെയും നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയി 2000 നിങ്ങളിപ്പോ എവിടെയാണ് എന്ന് അവരോട് ചോദിക്കുമ്പോൾ ആ 2015 അല്ലെങ്കിൽ ആ ഒരു ഏരിയ, ആ ഒരു സിറ്റുവേഷൻ ഒക്കെ അവരിങ്ങനെ പറഞ്ഞ് അവിടെ നമ്മൾ വേറെ ഇതൊക്കെ കൊടുത്ത് അവരിങ്ങനെ സെറ്റാക്കി അവിടെ ഒരു കൗൺസിലിംഗ് ആണ് അവിടെയാണ് നടത്തുന്നത്. അവിടെ നമ്മൾ കൗൺസിലിംഗ് നടത്തിയിട്ട് 2015 ആ ഒരു ഏരിയയിലാണ് നമ്മൾ, കാരണം നമുക്ക് അവിടെ ആയിരിക്കും ക്ലിയർ ചെയ്യേണ്ടത്. അത് നടത്തിയിട്ട് അവരെ എത്തിക്കണം അല്ലേ? എത്തിക്കണം. അവർ എത്തിയെങ്കിൽ മാത്രമേ ചില മൈൻഡിന് നമുക്ക് എത്തിക്കൽ പ്രയാസമാണ്. അപ്പൊ എത്തിയെങ്കിൽ മാത്രമേ ഇത് സക്സസ് ആവുള്ളൂ. അപ്പൊ എത്തിച്ചിട്ട് നമ്മൾ അവിടെ വേറെയും സജഷൻസ്, അതായത് അവർക്ക് വേദനയേറിയ ആ ഒരു പ്രശ്നത്തെ മാറ്റി വേറെ നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചിട്ട് അവരെ തിരിച്ച് 2025 കൊണ്ടുവരണം. അവിടെ സക്സസ് ആയി, കുഴപ്പമൊന്നുമില്ല, ക്ലിയർ ചെയ്തു, ഇനി നിങ്ങൾ മെല്ലെ കണ്ണ് തുറന്നോളൂ എന്ന് പറഞ്ഞാല് ചില കേസിൽ അവരൊരു പക്ഷേ അവിടെ വെച്ച് സ്റ്റെക്കായി പോവാറുണ്ട്. അങ്ങനെയും സംഭവിക്കാറുണ്ട്. അപ്പൊ അതിനെ നമ്മൾ അതുകൊണ്ടാണ് അത്രയും ഇതായിട്ടുള്ള തെറാപ്പിസ്റ്റിന്റെ അടുത്ത് എത്തണം എന്ന് പറഞ്ഞത്. അങ്ങനെ കൊണ്ടുവന്ന് വീണ്ടും നമ്മളെ ഇങ്ങോട്ടേക്കുള്ള വർഷത്തിലേക്ക് എത്തി 2025 നിങ്ങൾ ഇപ്പോ ആരാണ്, നിങ്ങൾ ഇപ്പോ എവിടെയാണ്, നിങ്ങൾ ഇപ്പോ എന്താണ് ചെയ്യുന്നത്, പൂർണ്ണമായ ഒരു ഇതിലേക്ക് അവർ എത്തി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അവരെന്ത് ചെയ്യണം, ഉണർത്തണം എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നത്. എന്റെ ചെറിയ അറിവാണ്, ഞാൻ ഹിപ്നോസിസിലെ ഇതിലേക്കൊന്നും എത്തിയിട്ടില്ല. ഫോറൻസിക് ഹിപ്നോട്ടിസത്തിൽ ഇത് യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ട്. അല്ല, ഞാൻ സാറിന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞത്, എനിക്ക് കിട്ടിയ ചെറിയ ഇൻഫർമേഷൻസ്, കുറഞ്ഞ അറിവുകളാണ്. ഞാൻ ഇതിൽ സ്റ്റുഡന്റ് ആണ്, ഇങ്ങനെ ഒരു ആഗ്രഹത്തിന് പുറത്ത് ഇങ്ങനെ ഓരോന്ന് അറിഞ്ഞ് പഠിച്ചു വരുന്നേ ഉള്ളൂ. ആ അറിവുകളാണ് പറഞ്ഞത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനും മനസ്സിലാക്കാനും ഉണ്ട്. അല്ല, എനിക്കൊക്കെ ഒരുപാട് എനിക്ക് തീരെ അറിയാത്ത കുറെ പുതിയ ഇൻഫർമേഷൻസ് കിട്ടി. എന്റെ സ്പെഷ്യാലിറ്റീസ് എൻറ്റയർലി ഡിഫറെന്റ്. താങ്ക് യു സർ. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു വെരി മച്ച് സർ. ഇനി ആരായിരുന്നു നേരത്തെ ഒരു മാഡം എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു? സംസാരിച്ചോളൂ. വാലേക്കും അസ്സലാം. അത് പിന്നെ സാറ് ചോദിച്ചല്ലോ എങ്ങനെയാണ് സബ് കോൺഷ്യസ്ലി ഡ്രൈവ് ചെയ്യുക എന്നുള്ളത്. ഹലോ,
കേൾക്കുന്നുണ്ടോ? ഓ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അപ്പം മാം സബ് മാമിന് എന്താ? കോൺഷ്യസ്ലി ആണ് നമ്മൾ പലതും ചെയ്തു പോകുന്നത്. ഈവൻ ഡ്രൈവിംഗ് ഒക്കെ അതിൽ പെടും എന്നുള്ളത് തന്നെയാണ് ഇന്നേ ഞാൻ വെക്കുന്നത്. കാരണം നമ്മൾ ഓരോ പ്രാവശ്യം ഗിയർ മാറ്റുമ്പോൾ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ഇപ്പൊ സ്ലോ ആവുന്നു വണ്ടി, അപ്പൊ ഞാൻ അടുത്ത ഗിയറിൽ, അങ്ങനെയല്ലല്ലോ. ഇറ്റ് കംസ് ഓട്ടോമാറ്റിക്കലി. അത് സബ് കോൺഷ്യസ് മൈൻഡ് ആണ് അവിടെ വർക്ക് Yes. ചെയ്യുന്നതെന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം കേട്ടോ. ശരിയാണ്. ഞാനൊക്കെ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഞാൻ ബൈക്കിലാണ് എപ്പോഴും ഓഫീസിലേക്ക് പോകും. ഞാൻ ഇവിടുന്ന് ബൈക്ക് എടുക്കും, പിന്നെ ഇങ്ങനെ ഒരു പോക്ക് പോകും. ചിലപ്പോൾ ഞാൻ വിചാരിക്കേണ്ടത്, അപ്പൊ ഞാൻ ഇവിടെ എത്തിയതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന്. ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് എന്തൊക്കെയോ ആയിട്ട് ഒരു പക്ഷെ നമ്മൾ കോൺഷ്യസ് ആണെങ്കിലും അവിടെ സബ് കോൺഷ്യസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു ട്രിക്ക്. യെസ് മാം. ഇനി ആരാണ്? താങ്ക് യു മാം. നമുക്ക് അടുത്ത് നിങ്ങൾക്കൊന്ന് മുഖം കാണിക്കാം കേട്ടോ. നിങ്ങൾക്കൊക്കെ സുന്ദരമായ മുഖങ്ങളൊക്കെ ഒന്ന് ഞാൻ കണ്ടെന്ന് വെച്ച് വല്ല പ്രശ്നമുണ്ടോ? പ്ലീസ്, മുഖം കാണാതെ ഇങ്ങനെ പറയുമ്പോഴേ വല്ലാത്തൊരു ഒരു വിമ്മിഷ്ടാണ് ഇവിടെ. ഇനി ആരാണ്? ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാനുണ്ടോ? ഏതായാലും അലിസാറിനെ കണ്ടു, സന്തോഷം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഷെരീഫത്ത പറഞ്ഞോളൂ. അല്ല ഷെരീഫത്ത അല്ല അല്ലെ, എവിടെ പോയി? എന്റെ പേര് സുനീറാണ്. സുനീറ. അസ്സലാമലൈക്കും. സുനീറ മാം. അതെ. വലൈക്കും അസ്സലാം. എനിക്ക് മൈലിനെ കുറിച്ചിട്ടൊന്നും കാര്യമായിട്ട് ഒന്നും അറിയില്ല. അതുകൊണ്ട് ഞാന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അത്രയും സില്ലായിരിക്കും കേട്ടോ. അതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മള് ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോ നമ്മൾ അതിന്റെ മുന്നേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നല്ലാതെ വളരെയൊക്കെ നമ്മള് അങ്ങനെ ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ട് ആ ഫേസ് ചെയ്യുന്ന സമയത്ത് പലതും നമ്മളത് വിട്ടുപോകും. പിന്നെ നമ്മളൊരു ഫിയർ, ഒരു പേടി, നമ്മളെ അതൊക്കെ മറന്ന് എന്തൊക്കെയോ പിന്നെ അങ്ങനെ ആയി മാറുന്ന ആ ഒരവസ്ഥ ശരിക്കും അൺകോൺഷ്യസ് മൈൻഡ് ദുർബലമായതുകൊണ്ടാണോ, അങ്ങനെ ശക്തി ഇല്ലാത്തതുകൊണ്ടാണോ? അങ്ങനെ കോൺഷ്യസ് മൈൻഡ് ദുർബലമായത് കൊണ്ട് എന്നല്ല, ചില കാര്യങ്ങള് നമ്മളൊരു ആൻസൈറ്റി ഉള്ള ആളുകളായിരിക്കും. അത് എന്താവും, പറ്റൂന്നുള്ള ഒരു കുറച്ച് ടെൻസ്ഡ് ആയിരിക്കും നമ്മള്. അപ്പൊ എനിക്കൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. നമ്മളൊക്കെ ഇപ്പൊ അങ്ങനെയാണ് എന്ന് സമ്മതിച്ചു തരാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്കൊക്കെ ചില സമയങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോകും. ഇന്ന് ഞാൻ ഇന്നതൊക്കെ പറയും, അവരെ കണ്ടാൽ ഞാൻ ഈ കാര്യമൊക്കെ ക്ലിയർ ചെയ്യും, അല്ലെങ്കിൽ എല്ലാം ചോദിച്ച് മനസ്സിലാക്കും, ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോവാ. പക്ഷെ പറയാൻ വിചാരിച്ച ഒരു 10 കാര്യത്തിൽ ഒരു 4 5 പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, ചോദിച്ചിട്ടുണ്ടാവുള്ളൂ, മനസ്സിലാക്കിയത്. അത് നമുക്ക് ആ ഒരു കോൺഷ്യസ്ലി നമ്മളങ്ങ് ഇതായി പോകുന്നതാണ്. അത് ഒരു പക്ഷേ സബ് കോൺഷ്യസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവാം ചില ഏരിയകളിൽ. അത് പണ്ട് മുതലേ നമുക്ക് നമ്മുടെ ഉള്ളില് ഒരു പേടി അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി ഉണ്ടാവും ആ ഒരു സിറ്റുവേഷനെ വെച്ചിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തികളോട്, നമ്മുടെ മുമ്പിലുള്ള ആ വ്യക്തികളോട്. അതേ സമയത്ത് നമ്മളെ കുട്ടികളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എല്ലാം കൈകാര്യം ചെയ്യും. നമുക്ക് നമ്മളെക്കാളും കുറച്ചൊരു സ്ഥാനം കൊടുക്കുന്നവരോ നമ്മൾ കുറച്ചൊരു ഭയപ്പെടുന്നവരോ ആണെങ്കിലാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഭയത്തെ മാറ്റുക. ഞാനും അവരൊക്കെ പല കാര്യങ്ങളിൽ ഈക്വൽ ആണ്, അല്ലെങ്കിൽ അവരെ പോലെ എനിക്കും അതേ ഒരു വാല്യൂ ഉണ്ട്. സ്വന്തത്തിന് വാല്യൂ കൊടുക്കുക, സ്വന്തത്തിനെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുക, നമ്മൾ തന്നെ ബെസ്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള ഒക്കെ ചെയ്യാൻ പറ്റും. അവിടെ സെൽഫ് ലവ് ആണ് കൂട്ടിക്കൊണ്ടുവരേണ്ടത്. അതിലൂടെ തന്നെ നമുക്ക് പല മാറ്റങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ മാം. ജസ്റ്റ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു ഡ്രൈവിങ്ങിന്റെ എക്സാമ്പിൾ തന്നെ ഞാനും ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോ ബോധത്തോടു കൂടി നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ചില സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്യും. പക്ഷെ നമ്മൾ അത്രയും ഇതിൽ ആയിട്ടില്ലെങ്കിൽ, നമുക്ക് ആ ഒരു പേടി വിട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോ നമ്മൾ അറിയാതെ അതൊക്കെ വിട്ടുപോകും. ചില സിറ്റുവേഷനിൽ പെടുമ്പോ അറിയാതെ അത്ര എക്സ്പീരിയൻസ്. അപ്പൊ നമ്മളെ അൺകോൺഷ്യസ് മൈൻഡിന്റെ ഒരു സംഭവമാണ് അല്ലെ? അത് അൺകോൺഷ്യസ് മൈൻഡിൽ അത് സബ് കോൺഷ്യസിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ നിരന്തരം തുടരെ ചെയ്ത് കഴിയുമ്പോഴും അത് ഉള്ളിലേക്ക് പതിഞ്ഞു കഴിഞ്ഞാൽ, അതാണ് സബ് കോൺഷ്യസ് പതിഞ്ഞു കഴിഞ്ഞാലുമാണ് നമുക്ക് ഒരു ലെവലിൽ എത്താൻ പറ്റുക. അതുവരെ നമ്മൾ കോൺഷ്യസ്ലി ആണ്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ, അതിപ്പോ ഞാൻ ഇതിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ 21 ദിവസം ചെയ്താലേ നമുക്ക് ആ 21 ദിവസം ചെയ്യുന്ന കാര്യം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തു പോകുന്നു പറയാറുണ്ട്. 90 ദിവസം ചെയ്താൽ നമ്മൾ അത് കറക്റ്റ് കണ്ടിന്യൂ ചെയ്യും എന്ന് പറയാറുണ്ട് അല്ലെ? ചില മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും നിങ്ങൾ 21 ദിവസം പ്രാക്ടീസ് ചെയ്യൂ, അത് പിന്നെ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റും.
90 ദിവസം പ്രാക്ടീസ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് നിരന്തരം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. രാത്രി കിടക്കുമ്പോ പ്രാർത്ഥിച്ച് കിടക്കുന്ന ആളുകളെ ആ തല ഇങ്ങനെ ചായ്ക്കുമ്പോ തന്നെ നമ്മൾ ആ പ്രാർത്ഥന താനെ വരും. അത് ചിലപ്പോ പകല് കിടക്കുമ്പോഴായാൽ വരൂലേ? വരാറില്ലേ? ആ അതാണ് സബ് കോൺഷ്യസിന്റെ. ഓക്കെ, ഇനി ആരാണ്? താങ്ക് യു മാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ആൻസർ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ സന്തോഷം. ഞാൻ കുറച്ച് ആളുകളെ കണ്ടുള്ളൂ, 3-4 പേരെ ഞാൻ കണ്ടു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ മാക്സിമം ഒന്ന് ക്യാമറ ഓൺ ചെയ്തിരിക്കാനും എല്ലാവരും ഒന്ന് കാണാം. കാരണം നമുക്കിങ്ങനെ ഉണ്ടല്ലോ ഒരു വിളി, ഓരോരുത്തരെ വിളിക്കാനും. ഇപ്പൊ ഹുസൈൻ സാർ എന്ന് എനിക്ക് ഇത് ഇനിയിപ്പോ ഞാൻ അടുത്ത പ്രാവശ്യം മുഖം ഇങ്ങനെ പരിചയമാവും. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സ്വന്തം നമ്മുടെ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരാളാണ് എന്നുള്ളൊരു തിരിച്ചൊരു നമ്മളൊരു ടീമാണ്. ഈ ഒരു ടീം വർക്കിനാണ് ഇവിടെ ഒരു സിനർജി ഉണ്ടാവണം. നമ്മളെ എനർജിക്ക് വേണ്ടിയിട്ടാണ്. നല്ല എനർജി ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ ആ എനർജിയിലൂടെ നമുക്കൊരു സിനർജി ഉണ്ടാക്കണം. ഈ ഗ്രൂപ്പിനെ നമ്മൾ നന്നായിട്ട് ബിൽഡപ്പ് ചെയ്യണം. പല ഡിസ്കഷൻസും നമ്മുടെ ഗ്രൂപ്പിൽ നടത്തണം. പല സംശയങ്ങളും കൺഫ്യൂഷൻസും പൊട്ടത്തരങ്ങളും രസങ്ങളും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ രീതിയിൽ നമുക്ക് ഗ്രൂപ്പും ഒക്കെ ആക്റ്റീവ് ആക്കണം. അപ്പൊ ഈ ഗ്രൂപ്പിൽ ആർക്കും എങ്ങനെയും ക്യാമറ ഓൺ ചെയ്ത് ഇരിക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്നത്തെ ദിവസം എന്നെ ഈ ഒരു എത്ര സമയമായി? ഏകദേശം 1.5 മണിക്കൂറോളം കേട്ടു അല്ലെ? നിങ്ങൾ 1.5 മണിക്കൂർ എന്നെ കേട്ടിരുന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയാണ്, ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു.